തിരുവനന്തപുരത്തെ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ CPM. നടപടിയെടുക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെയാണ് പ്രഖ്യാപനം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഈ മംഗലപുരം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മധു മുല്ലശ്ശേരിയെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു. പകരം ആളെ വയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് മധു മുല്ലശ്ശേരിയെ പുറത്താക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. വിവരങ്ങൾ. CPM ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി കഴിഞ്ഞ ദിവസം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പിന്നാലെ വി ജോയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. തുടർന്ന് പാർട്ടിയിൽ നിന്ന് താൻ പുറത്തു പോകുകയാണെന്നുള്ള പ്രഖ്യാപനവും ഒക്കെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിട്ട് മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരത്തോടു കൂടിയായിരിക്കും ഈ തീരുമാനം പ്രഖ്യാപിക്കുക. എന്തായാലും നടപടി ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പായി. കാരണം കഴിഞ്ഞ ദിവസം മധു പറഞ്ഞ ആരോപണങ്ങളെല്ലാം പാർട്ടിയുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ ആനാവൂർ നാഗപ്പനെ പോലെയുള്ള നേതാക്കൾ തള്ളിക്കളയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മധു മുല്ലശ്ശേരി സംഘടനാ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിനൊപ്പം ആരും പാർട്ടി വിട്ടു പോകില്ല, അദ്ദേഹം പോകുന്നതിനെ പറ്റി പാർട്ടിക്ക് പ്രശ്നമില്ല തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇന്ന് മധു മുല്ലശ്ശേരി തിരിച്ചും വലിയ വിമർശനങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിച്ചു. വി ജോയ് MLA-ക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടി പ്രവർത്തകരാണ്, താനല്ല. ഇത്തരം പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും പരിഹരിക്കാതെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പാർട്ടി പോകുന്നത്. താൻ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ തന്നെ പുറത്തായി കഴിഞ്ഞു. എന്തായാലും തനിക്കൊപ്പം കൂടുതൽ പ്രവർത്തകരും മംഗലപുരം ഏരിയയിൽ നിന്ന് CPM വിടുമെന്നുള്ള ഒരു സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. അങ്ങനെ ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CPM ഏരിയ സമ്മേളനങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പൊട്ടിത്തെറികളുടെ ഏറ്റവും പുതിയ ഭാഗമാണ്, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയമാണ് ഇപ്പോൾ തിരുവനന്തപുരം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നേമത്തും നേരത്തെ കിളിമാനൂരിലും ഒക്കെ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശരി.